നമ്മൾ ഇന്നൊരു പ്രിൻസസ് കട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അളവുകൾ നമുക്കൊന്ന് നോക്കാം. ഷോൾഡർ വന്നിട്ട് 16 ഇഞ്ചാണ്, ചെസ്റ്റ് 42 ഇഞ്ച്, ബസ്റ്റ് വന്നിട്ട് 44, വേസ്റ്റ് 36, ആം ഹോള് 19, ആം റൗണ്ട് 16 ഇഞ്ച്, ടക്ക് പോയിന്റ് 11 ഇഞ്ച്, ലെങ്ത്ത് 15.5, ബാക്ക് നെക്ക് 9 ഇഞ്ച്, ഫ്രണ്ട് 6.5 ഇഞ്ച്, സ്ലീവ് 11 ഇഞ്ച്, സ്ലീവ് റൗണ്ട് 14 ഇഞ്ച്. ഇത്രയാണ് നമുക്ക് മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു അളവുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നമുക്ക് പ്രിൻസസ് കട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാൻ കാരണം ഇതിൻ്റെ ബാക്ക് നെക്ക് 9 ഇഞ്ചാണ്. ഈ നെക്ക് കണ്ടോ, നെക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമുക്കിവിടെ കാൽക്കുലേഷൻ നോക്കാനായിട്ട്. ഈ ബാക്ക് നെക്ക് 9 ഇഞ്ചാണ്. അപ്പോൾ ഈ ബാക്ക് നെക്ക് 9 ഇഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഷോൾഡറിൽ നിന്ന് ഒരു 3 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കണം. ഷോൾഡറിൽ നിന്ന് 3 ഇഞ്ച് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ നമ്മുടെ ഷോൾഡർ എത്ര വരും? 13 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 6.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഷോൾഡർ എത്ര മാർക്ക് ചെയ്യണം? 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ചെസ്റ്റ് ബ്രസ്റ്റൊക്കെ അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 10.5 കിട്ടും. ഇതിനെയും 4 കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, 10.25 കിട്ടും. വേസ്റ്റ് റൗണ്ടിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 9 ഇഞ്ച്. നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട അളവുകളാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ആം ഹോള് നമുക്ക് 19 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 9.5 ഇഞ്ച് ആം ഹോളും വരണം. ആം റൗണ്ട് 16 ഇഞ്ചാണ്. അപ്പോൾ ആം റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈറ്റ് ആയിട്ടാണല്ലോ എടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുക, അപ്പോൾ 17 ഇഞ്ച്. ഒരു ചെറിയ നല്ല ടൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഹാഫ് കാണുക. അപ്പോൾ 17 ഇഞ്ചിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 8.5 ഇഞ്ച്. പിന്നെ ടക്ക് പോയിൻറ്റും ലെങ്ത്തും അതൊക്കെ നമ്മുടെ ടക്ക് പോയിൻ്റ് ഓരോരുത്തരുടെയും വ്യത്യാസം ഉണ്ടാവും. ഇവിടെ 11 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. 10.5 തൊട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 9, 9.5 ആയിരിക്കും. ഇതിപ്പോൾ ബസ്റ്റ് സൈസ് വന്നിട്ട് 44ആണ്, 11 ഇഞ്ചാണ് ടക്ക് വന്നിട്ടുള്ളത്. ഇനി സ്ലീവും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഒരു ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യാമെന്ന് നോക്കാം. ബാക്ക് പോർഷൻ നമ്മൾ നോർമൽ ബ്ലൗസിന് മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു വ്യത്യാസമുണ്ട് ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ മാത്രം. അത് നമുക്ക് നോക്കാം. 15.5 ഇഞ്ചാണ് നമുക്ക് ശരിക്കും ലെങ്ത്ത് വരേണ്ടത്. അപ്പോൾ ഒരു 16.5 ഇഞ്ചിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1 ഇഞ്ച് ആഡ് ചെയ്ത് 16.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഷോൾഡർ എത്രയാണെന്ന് പറഞ്ഞേ? 6.5 ഇഞ്ച്. അപ്പോൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ചാണ് എടുത്തു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ചെസ്റ്റ് എന്ന് പറയണത് 10.5 ഇഞ്ചായിരുന്നു. 10.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് സീം അലവൻസ്. ഇനി നമുക്ക് ആം ഹോൾ നോക്കാം. 6.5യുടെ മിഡിൽ പോർട്ട് 3.25 അവിടെ വെച്ചിട്ട് ആം ഹോൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് അളവുണ്ടോ എന്ന് നോക്കാം. 9.5 ഇഞ്ചല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
10 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് നമുക്ക് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യാം. ആറിൻ്റെ മിഡിൽ പാർട്ട് 3 ഇഞ്ചാണ്. അവിടേക്കാണ് നമ്മുടെ ആം ഹോൾ വന്ന് നിൽക്കേണ്ടത് കേട്ടോ. ഒൻപതര ഇഞ്ച് ആം ഹോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വേസ്റ്റ് റൗണ്ടാണ് അടയാളപ്പെടുത്താനുള്ളത്. വേസ്റ്റ് റൗണ്ട് വന്നിട്ട് 9 ഇഞ്ചാണ്. ഇത് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് ഞാൻ ബാക്കിൽ 1 ഇഞ്ച് ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 ഇഞ്ചും കൂടെ നീക്കി മാർക്ക് ചെയ്തു. 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അവിടുന്ന് 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തു. ഇനി നമുക്കിത് വരച്ചെടുക്കാം. ഇനി ഇവിടെ നിന്ന് ഒരു 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 4 ഇഞ്ച് മതി. 4 ഇഞ്ചിൽ ഒരു 5 ഇഞ്ച് ഹൈറ്റിലാണ് കേട്ടോ ടക്കിട്ട് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് 4 തന്നെയാണോ നോക്കുക. ഒരു 1/2 ഇഞ്ചിൻ്റെ ടക്ക് 2 സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്ക് നെക്ക് വന്നിട്ട് 9 ഇഞ്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ 9 ഇഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾ 8.75 മാർക്ക് ചെയ്താൽ മതി കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 9 ഇഞ്ചിലേക്ക് ആയിക്കോളും. കഴുത്തകലം വന്നിട്ട് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതൊരു യൂനെക്കാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് ഷോൾഡറിന് സ്ലോപ്പ് ചെയ്തിട്ട് വേണം വരച്ചു കൊടുക്കാനായിട്ട്. ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ വന്നിട്ട്. ഇനി നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റത്തെ ലൈൻ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആദ്യം നമ്മൾ ആ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിൽ കൂടെ ഇതാ ഇങ്ങനെ മുകളിലേക്ക് ഫസ്റ്റ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്ന ആ ലൈനിലേക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മുടെ ആം ഹോള് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇതാണ് ആ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇനി നമുക്കിവിടെ ജോയിൻറ്റ് ചെയ്യാനുള്ള ഇത് ഓപ്പൺ ആക്കാനുള്ളതായതുകൊണ്ടാണ് ഇവിടെ 1/2 ഇഞ്ച് കൊടുത്തത് കേട്ടോ. ഇനി രണ്ടാമത്തെ പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ദാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ അതേ കർവ് തന്നെ കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ.
ഇതാണ് നമ്മുടെ പ്രിൻസസ് കട്ട്. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഈ ഭാഗം ഇതുപോലെ തന്നെ കർവ് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതാ കണ്ടോ, ഈ രണ്ട് പോർഷനും ജോയിൻ്റ് ചെയ്ത് വരും. ഈ ഭാഗവും ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ ആ മുകളിലേക്ക് ചെരിഞ്ഞിരുന്ന ഭാഗവും കറക്റ്റായിട്ട്, ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ സൈഡ് കയറി പോകില്ലേന്ന്. ഇല്ല, ഇതിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതാ ഇതിങ്ങനെ കറക്റ്റായിട്ട് വന്ന് ഇത് ഇതാ ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ കറക്റ്റ് അതേ ഷേപ്പിൽ തന്നെ വന്ന് നിൽക്കും. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും നമ്മൾ ഒരു അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണമായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തീരെ വലിക്കാതെ അതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താലാണ് അതിൻ്റെ കറക്റ്റ് ഭംഗിയിൽ നിൽക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.